ഹലോ. അപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം 1-2 മാസത്തോളം ഏറെയായി. വേറെ ഒന്നുമല്ല, ഞാൻ വീഡിയോ എടുക്കും, പിന്നെ എനിക്ക് മടി കയറിയിട്ട് ഞാൻ തന്നെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. സംഭവം ഞാൻ ഖത്തറിലെത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം കഴിയുന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ടും ഇതിൽ സിമ്മില്ല, പുറത്തിറങ്ങിയിട്ട് എന്ത് ഉപയോഗം എന്നുള്ളത് ഞാൻ ഫോണും എടുക്കാറില്ല. അങ്ങനെ ജസ്റ്റ് ഇന്നൊന്ന് പുറത്തേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ റെഡിയാവുന്ന കാഴ്ചകളാണ് ഈ കണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇവിടെ വെള്ളിയാഴ്ചയാണ് ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ച നൈറ്റ് പോകുന്നൊരു ദൃശ്യമാണ് ഈ കണ്ടുവന്നിരിക്കുന്നത്. വലിയ കാര്യത്തിൽ ഈ ഡ്രസ്സ് എടുത്തിട്ടോന്നുണ്ടെങ്കിലും പോണത് ഈ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമല്ല. എന്നാലും ഗെറ്റ് റെഡി വിത്ത് മീ വലിയ കാര്യത്തിൽ ഞാൻ വലിയ ഇതിലൊക്കെ ചെയ്തു. ഇപ്പോൾ കഴുത്തിൽ 2 മാലയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പോകുമ്പോൾ അതൊരു മാലയൊക്കെ ഞാൻ ചുരുക്കി. അതങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബോർഷയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പോകുമ്പോൾ ഭയങ്കര ലൈറ്റായി ചെയ്യും. മുടി സംഭവം ഞാൻ ലാസ്റ്റ് എങ്ങനെയൊക്കെ കെട്ടിയെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ പോയത്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, നമ്മളങ്ങ് ഫ്രൈ ആയി പോകും, അമ്മാതിരി ചൂടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നണത് ഞാൻ നല്ല തണുപ്പുള്ള സമയത്തായിരുന്നു വന്നിട്ടുണ്ടായത്. അന്ന് നമ്മളൊരു 5-6 ഡ്രസ്സ് ഇട്ടിട്ട് പോണ അവസ്ഥയായിരുന്നു. ഇന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും, നമ്മൾ തന്നെ ബുൾസ് ചെയ്യും. ഇത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് വേഗം പണി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വേഗം സഫാരിയിൽ പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് ചടപട 5 മിനിറ്റിനുള്ളിൽ ഇത് സംഭവം എനിക്ക് പകുതി മനസ്സുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ളതിൽ നിൽക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ വേണ്ട, കുറേ മാസങ്ങളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഞാൻ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഏതോ സ്ഥലപ്പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. ഏതോ ഒരു സ്ഥലം, എന്തോ അന്തും കുന്തില്ലാതെ പോകുന്ന 3 കുറേ ഡ്രസ്സുകളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എനിക്കത് കുഞ്ഞു കുഞ്ഞു കടകൾ. എന്നോട് കെട്ടിയും പറഞ്ഞു, വേണമെങ്കിൽ നീ എടുത്തോ, ഫ്രീയാ. എന്നിട്ട് വേണം അറബിയാൻ എന്നോട് അപ്പോൾ പണിക്ക് നിർത്താനായിട്ട്. സംഭവം കാണാൻ വലിയ രസമൊന്നും ഇല്ലെങ്കിലും ചില ഡ്രസ്സുകൾ കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് അങ്ങനെ കടകൾ പോലെ ഏരിയ കേട്ടോ. ഇതിൻ്റെ ഉള്ളൊരു പോകണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ വല്ല റൂട്ട് മാപ്പ് കണ്ടുവരും. ഇവർ തന്നെ ഒരു അന്തം കൊന്തൂല്ലാണ്ട് പോയിട്ട് തിരിച്ച് വരുന്ന ഒരു രംഗങ്ങളൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ എടുത്തില്ല എന്ന് മാത്രം കണ്ട. എല്ലാം ഒരേപോലെ ഇരിക്കുന്നു, ഏത് വഴിക്ക് പോകണ്ടേ എന്നുള്ളൊരു ഏരോ മാർക്ക് തപ്പി നടക്കുകയാണ്. കുറച്ച് ദൂരം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു. അപ്പോഴാണ് ലേഡീസ് സേഫ് സർവീസ് എന്ന് പറഞ്ഞൊരു കട ഞാൻ കണ്ടത്. അപ്പോഴേക്കും ഞങ്ങൾ എത്തുമ്പോൾ ഒരു 10-11 മണി കാരണം അവരൊക്കെ അടച്ചു പോകണ നേരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ബീച്ച് സൈഡിലൊക്കെ എത്തി. നട്ടപാതിരയ്ക്ക് ബീച്ച് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. വലിയ കാര്യത്തിൽ ഫോട്ടോ ഒക്കെ എടുത്തുന്നുണ്ടെങ്കിലും വലിയ ക്ലിയർ പോയില്ല, എനിക്ക് സംതൃപ്തിയായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരുന്നു, പക്ഷേ ഫോട്ടോസ് വലിയ കാര്യത്തിൽ വലുത് കിട്ടിയൊന്നുമില്ല. ആ കട, ആ സൈഡിൽ നിന്നുള്ള കേക്ക് മുറി, അവിടെ നിന്ന് വരുന്നൊരു മണമുണ്ടല്ലോ, എൻ്റെ പൊന്നോ. എന്തായാലും ഇവർ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു തോന്നുന്നുണ്ട്. ആ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഒരു കേക്കൊക്കെ മുറിച്ച് കുറച്ച് കേക്ക് ഞാനും തിന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ബീച്ച് സൈഡ് എന്ന് പറയുന്നത്. ഇതിനുള്ള ആൾക്കാർ കളിക്കണം കുളിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിന്നാനായിട്ട് പോയി. മണി 11 വിശപ്പിൻ്റെ വിളിയൊക്കെ അങ്ങ് ഇങ്ങനെയൊക്കെയോ വന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തു കൂട്ടിന് മാത്രം. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതായത് ഈ മീനും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിന്നണ